സാർ ഞാൻ ഹീൽ ചെയ്തിട്ടില്ല, എൻ്റെ സ്റ്റുഡൻസുകൾ ആരും ഹീൽ ചെയ്തിട്ടില്ല. ബ്ലാക്ക് മാജിക്കിനെ ഭയക്കുന്ന ഒരു ജാപ്പനീസ് മാഗ്നറ്റിസ്റ്റ് ഉണ്ടാവില്ല. അവർക്കറിയാം ബ്ലാക്ക് മാജിക് ഒന്നുമല്ല. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഓൺലി ഫോർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇതെനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. അന്നത്തോടെ ആ തലവേദന മാറി, പിന്നെ വന്നിട്ടേ ഇല്ല. ഇറ്റ്സ് സൈക്കോളജി. എന്നാലും ലിമിറ്റേഷൻസ്, അതിന് ലിമിറ്റേഷൻ. അപ്പോൾ ഒരാൾ ഫിസിക്കലി വരുന്ന സമയത്ത് പ്രശ്നമാണ്. മാത്രമല്ല നമ്മുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഭയങ്കര പവർഫുൾ. ഞങ്ങൾ പോലും പലപ്പോഴും ഞെട്ടിപ്പോവാറുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞ് ഞങ്ങൾക്കറിയാം. അതാണ് ഡിവൈൻ എനർജിയുടെ പവർ. തൂക്കിയെറിയും. എനിക്ക് ബ്ലാക്ക് മാജിക് ഉണ്ടാവാം, അപ്പോൾ മാറ്റിത്തരാം എന്ന് പറയുന്ന ജാപ്പനീസ് മാഗ്നറ്റിസ്റ്റുകളാണ്. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് മൊഡാലിറ്റീസ് നമ്മുടെ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുതിയ വ്യക്തികൾ ഈ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത്തരം അനുഭവങ്ങൾ കേട്ടറിയാൻ താല്പര്യമുള്ളവരാണ്. അത് ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ നന്നാക്കണം, ആ ചോദ്യം ചോദിച്ച് ശരിയായില്ല, ഇടപെട്ടത് ശരിയായില്ല, അങ്ങനെ പലപ്പോഴും പല കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതിയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു ഒരു വ്യക്തിയെ പരിചയപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം ഒരുപാട് മേഖലകളിൽ ഒരുപാട് കാലത്തോളം അദ്ദേഹം ആ മേഖലയിൽ തുടരുന്ന ഒരു വ്യക്തിയാണ്. സഫ്തർ. അദ്ദേഹം കോഴിക്കോട് നിന്നാണ്. അദ്ദേഹം പിന്തുടരുന്ന ഒരു മൊഡാലിറ്റി ജാപ്പനീസ് മാഗ്നറ്റിസമാണ്. എന്താണ് ജാപ്പനീസ് മാഗ്നറ്റിസം? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. താങ്ക് യു. കോഴിക്കോട് നിന്ന് ഇന്ന് രാവിലെ ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഗംഭീരമായിരുന്നു തോന്നുന്നു. യാത്ര നല്ല യാത്രയായിരുന്നു. ചെറിയൊരു പ്രോബ്ലം ഫേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നടുവിലൊക്കെ പല സ്ഥലങ്ങളിലും പ്രളയം എഫക്റ്റഡ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴും പ്രളയക്കെടുതിയിലാണ് കേരളം. ഒപ്പം ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വിട്ടകന്നു. അവരെയൊക്കെ നമുക്ക് മനസ്സിൽ ഒരു സ്മരണാഞ്ജലി കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ജാപ്പനീസ് മാഗ്നറ്റിസം? ജാപ്പനീസ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് 2800 കൊല്ലം പഴക്കമുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഡിസൈൻ ചെയ്ത് അവിടെയാണ് ഇത് ഉത്ഭവിച്ചത്. തീർച്ചയായിട്ടും 2800 കൊല്ലം പഴക്കം ഉണ്ട്. അന്നത്തെ കാലത്ത് നമ്മളെ ഹോസ്പിറ്റൽസ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത, നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകളില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസ്, നോട്ട് ഫിസിക്കൽ, നോട്ട് മെൻ്റൽ, നോട്ട് ഫിനാൻഷ്യൽ, നോട്ട് റിലേഷൻഷിപ്പ്, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി അവർ ഡിസൈൻ ചെയ്ത ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. സർ, ഇതിന് പല കണക്ഷൻസും ഉണ്ട്. ഓക്കെ, ഞാനൊരു കണക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങൊരു ചെറുപ്പക്കാരനാണ്. സാധാരണ നമ്മൾ ഇത്തരം മൊഡാലിറ്റികൾ പലരും ഇവിടെ ഇൻ്റർവ്യൂ എന്നൊരു ഏജ് കഴിഞ്ഞവരാണ് കൂടുതലും വരുന്നത്. വളരെ ചുരുക്കമാണ്. ഇപ്പോൾ അങ്ങ് ചെറുപ്പമാണ്. സ്വാഭാവികമായിട്ട് ഇത്രയും മൊഡാലിറ്റിയിൽ പോകുമ്പോൾ നമ്മൾ അതിൽ ആകൃഷ്ടരാകുക എന്നുള്ളത് ഈ കാലഘട്ടത്തെ, അത് നമ്മളിപ്പോൾ ടെക്നോളജി വളർന്നു, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിരന്തരം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. പുതിയ ടെക്നിക്സുകൾ, നമ്മൾ AI വരുന്നുണ്ട്, പല കാര്യങ്ങൾ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ജസ്റ്റ് പറഞ്ഞത് അപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് എല്ലാം ഇങ്ങ് വരും. ആ കാലഘട്ടത്താണ് അങ്ങേപ്പോഴുള്ളൊരു ചെറുപ്പക്കാരൻ ഈ ഒരു മൊഡാലിറ്റിയിലേക്ക് തിരിഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം തോന്നുന്നുണ്ട് നോക്കി? ഇതിൽ ഞാനൊരു 2017-18 ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു വേർഡ് കേൾക്കാൻ തുടങ്ങി. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു, വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുഴപ്പമായിരിക്കും. അപ്പം ഞാനത് വിട്ടു. അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് NLP ഭയങ്കര പവർഫുൾ ടൂളാണ്. എനിക്കത് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടും. ശരിക്കും ബലൂണിൽ കാറ്റ് നിറച്ചൊരവസ്ഥ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് കാറ്റ് കഴിഞ്ഞു. അപ്പം അതും എൻ്റെ മിസ്റ്റേക്ക്. അതായത് നിരന്തരമായി നമ്മൾ ഒന്നും നിൽക്കുന്നില്ല, ഇല്ല, സസ്റ്റെയിൻ ചെയ്യുന്നില്ല. അടുത്ത ഞാൻ പോകുന്ന ഹിപ്നോസിസ്, അതെനിക്ക് മനസ്സിലായി ഇത് എന്നിൽ നിൽക്കുന്നു. അപ്പം എനിക്ക് അതിൽ പരിമിതികളുണ്ട്. ഐ എം സോൾവിങ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഓൺലി ഫോർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇതെനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് എൻ്റെ ഫസ്റ്റ് പരീക്ഷണങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ വീട്ടിലാണല്ലോ. ഉമ്മ ഉംറക്ക് പോയിരുന്നു, മക്കത്ത് ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നു.
കഴിഞ്ഞ ആ മൊമെന്റ് മുതൽ ഉമ്മക്ക് സുഖമില്ല, തലവേദന. ഇപ്പം രാവിലെ ഉമ്മ ഇപ്പം കൂടി സ്കൂട്ടർ എടുക്കും, ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് മരുന്ന് കുടിക്കും, ഒരു ദിവസം മരുന്ന് കഴിക്കും, ഒരു കുറവും ഉണ്ടാവില്ല. രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. രണ്ടാമത്തെ ദിവസം വീണ്ടും അടുത്ത ഡോക്ടറെ അടുത്ത് പോകുന്നു. ഇത് ഒരു 10 days ആയിട്ട് ഞാൻ ഇതന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഉപ്പനോട് ചോദിച്ചു, എന്താ പ്രശ്നം? നമുക്ക് ആൾ ഹെൽത്തിയാണ്, അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ അമ്മേൻ്റെ പ്രശ്നം? ഡോക്ടർ ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ ഉമ്മൻ്റെ അസുഖം ഇങ്ങനെ തലവേദന, രാത്രി നമുക്ക് ബെഡിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന സമയം ഒരു ഈവനിങ് ടൈം, ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഒരു 10 minute ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കും, ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ ട്രൈ ചെയ്ത ഹിപ്നോതെറാപ്പിയാണ്. അന്നത്തോടെ ആ തലവേദന മാറി, പിന്നെ വന്നിട്ടേ ഇല്ല. ഇറ്റ്സ് സൈക്കോളജി. ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പരീക്ഷിക്കുക. സത്യം. അതോടെ ആ തലവേദന മാറി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിൽ ആർക്ക് തലവേദന വന്നാലും എന്നെ വിളിക്കാൻ തുടങ്ങും. കാരണം അത് സൈക്കോളജിക്കൽ. കാരണം ഈ ഉംറയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ തണുപ്പുള്ള സമയത്താണ് പോവുക. ഇത് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ പോയി വരുമ്പോൾ നമ്മളെ തലയിൽ കഫക്കെട്ടും, തലവേദന ആയിരിക്കും, ജലദോഷമായിരിക്കും. ഇത് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചതാണ്. ഈ സാധനം എടുത്ത് റിമൂവ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കലി ആ പ്രോബ്ലം സോൾവ്. പക്ഷേ അതിൻ്റെ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതായിരുന്നില്ല. ജസ്റ്റ് സൈക്കോളജിക്കലി ആ ഫീഡ് ചെയ്ത് വെച്ച സാധനം എടുത്ത് ഒഴിവാക്കിയ സമയത്ത് തലവേദന പോയി. അങ്ങനെയാണ് ഹിപ്നോസിസിൽ എത്തുന്നത്. അവിടെ എനിക്ക് ഐ ഫീൽ സം ലിമിറ്റേഷൻസ്. സൈക്കോളജിക്കലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാലും ലിമിറ്റേഷൻസ്, അതിന് ലിമിറ്റേഷൻ. അപ്പോൾ ഒരാൾ ഫിസിക്കലി വരുന്ന സമയത്ത് പ്രശ്നമാണ്. അങ്ങനെ ഞാൻ മെസ്മറിസത്തിലോട്ട് പോയി. അതിൽ നമുക്ക് ഫിസിക്കലിയും ചെയ്യാം, സൈക്കോളജിക്കലിയും ചെയ്യാം. അവിടെ അടുത്തൊരു പ്രശ്നമാണ് എനിക്ക് മുളച്ചത്. പ്രശ്നം വേറെ ഒന്നുമില്ല, ഞാനൊരാളെ ഹീൽ ചെയ്ത് കഴിയും. അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ അയാളുടെ അസുഖം എനിക്ക് കിട്ടും, അയാളുടെ അസുഖം മാറും. ഓട്ടോമാറ്റിക്കലി എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ പോലെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആവുന്നു. ഈ സാധനം ഞാൻ വീണ്ടും സ്റ്റക്കായി. അവിടെ നിന്നാണ് ഈ കർമ്മ എന്നുള്ള വേർഡ് ഞാൻ കേൾക്കാൻ തുടങ്ങുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന മാസ്റ്റേഴ്സിന് എല്ലാവരും കർമ്മയുണ്ട്. അവരൊരാളെ ഹീൽ ചെയ്തിട്ട് ഇതേപോലെ കിടക്കുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് സേഫ് അല്ല. ഞാനും ചെയ്തിരുന്നു, എനിക്കും പല അടികളും കിട്ടി, ഞാനും സ്റ്റോപ്പ് ചെയ്തു. അടുത്തെൻ്റെ ഈ കർമ്മ ഇതായിരുന്നു ദ മേജർ പോയിന്റ്. ഇതില്ലാത്തൊരു മൊഡാലിറ്റി, അത് അങ്ങനെ ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ജാവനീസിലെത്തുന്നത്. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ. കർമ്മ ഇല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രാണമോർജ്ജം ഉപയോഗിച്ചിട്ട് നിങ്ങളൊരാളെ ഹീൽ ചെയ്യുന്നില്ല, അതോടെ തന്നെ നമ്മുടെ പ്രശ്നം തീർന്നു. കാരണം യൂണിവേഴ്സിലുള്ള എനർജീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഊർജ്ജം ഉപയോഗിക്കുമ്പോഴാണ് കർമ്മം വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കർമ്മം കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഹീൽ ചെയ്യുന്നില്ല, വി ആർ നോട്ട് ഹീലേഴ്സ്. നമുക്കൊരാളെ ഹീൽ ചെയ്യാൻ പറ്റില്ല. സാറിന് പറ്റുമോ ഒരാളെ ഹീൽ ചെയ്യാൻ? എനിക്കും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇത്? യൂണിവേഴ്സൽ എനർജീസിന് നമ്മൾ വിളിച്ചു, നമ്മൾ അപേക്ഷിക്കുന്നു. ആ എനർജീസാണ് ഇത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഞാൻ ഹീൽ ചെയ്യുന്നില്ല, എനിക്ക് ഹീൽ ചെയ്യാൻ അറിയില്ല. അതായത് നമ്മളൊരു ഇടനിലക്കാരൻ മാത്രമാണ്, ജസ്റ്റ് എ മീഡിയം മാത്രം. അതുകൊണ്ട് നമുക്ക് ഒരു എഫക്റ്റും വരുന്നില്ല. മാത്രമല്ല നമ്മുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ എല്ലാവരോടും, എൻ്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും ഞാൻ നിർബന്ധമായിട്ടും പറയുന്നൊരു കാര്യമുള്ളൂ, രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രൊട്ടക്ഷൻ ഇടുക. അതിനുശേഷം ഫോൺ എടുക്കാവൂ എന്ന് പറയും. ഞാനും അങ്ങനെ ഫോൺ എടുക്കാറുള്ളൂ. അപ്പം അത് അത്രയും ട്രാൻസ്ഫേർഡാണ്. കാരണം ഇതിലൊറ്റ കാര്യമുള്ളൂ. ഇപ്പം എപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ് ഈവിളായി, ബ്ലാക്ക് മാജിക്. അല്ല, ഇതിലൊരു സംശയം, ഞാൻ വേറൊരു കാര്യം ചോട്ടെ. ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഒരാൾ ഒരിക്കൽ പറയണ്ട, ഈ ഫോണിലൂടെ, മെസ്സഞ്ചറിലൂടെ, മെസ്സേജുകളിലൂടെ നമുക്ക് ഒരാളെ പിന്നെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെസ്സേജുകൾ അയച്ച് അവരെ തകർക്കാൻ പറ്റും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടക്കും? സർ, ഇറ്റ്സ് പ്യുവർലി സൈക്കോളജി. ഞാൻ എന്നും ബ്ലാക്ക് മാജിക് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം ഇറ്റ്സ് സൈക്കോളജി. നമ്മൾ പറയും അവൻ്റെ പറമ്പിൽ കൊണ്ടുപോയി ജസ്റ്റ് കുറച്ച് മണ്ണ് മാറ്റി അവിടെ തകിട് കുഴിച്ചിടണം, അല്ലെങ്കിൽ കോയിത്തല വെക്കണം. ഫസ്റ്റ് ഇത് എഫക്റ്റ് ചെയ്യുന്ന അവൻ്റെ മൈൻഡിലാണ്. ഇത് കാണുന്ന ആ മൊമെൻ്റ് മുതൽ തലേ ദിവസം ഇവന് തലവേദന വന്നു, അപ്പോൾ അവന് കുഴപ്പമില്ല. ആ ദിവസം അവന് തലവേദന വന്നാൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ദ ഫസ്റ്റ് തിങ് വന്നു. നെക്സ്റ്റ് ഒന്ന് കാല് എവിടെയെങ്കിലും ഒന്ന് കുത്തിപ്പോയി, ഇത് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് എക്സ്പാൻഡായി പിന്നെ അവന്
മൈൻഡിലാണ് ഇത് ഫസ്റ്റ് ഇതാവുന്നത്. ഓൾറെഡി ബ്ലാക്ക് മാജിക് ഉണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് മാജിക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിന് നിങ്ങൾ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു പറയും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് മാജിക്കിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് ഓരോരുത്തരും. ബ്ലാക്ക് മാജിക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടേ പോരൂ. അല്ല, ഇതിൽ ഒരു കാര്യം ഇപ്പം ചിലവർ പറയുന്നു, ഞാൻ പറഞ്ഞില്ല ഇപ്പം SMS-ലൂടെയൊക്കെ നമ്മളെ കൂടോത്രം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജിന്നുകളെ വെച്ചിട്ടൊക്കെ പല ക്രിയകളും ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ പറഞ്ഞ പോലെ മൈൻഡിൻ്റെ കളിയാണോ അത്? ഇതിൽ സർ പണി അറിയുന്നവൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണി നമ്മൾ വാങ്ങി വെക്കേണ്ടി വരും. ഇതിന് നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് മാനസികമാണോ അതോ യഥാർത്ഥത്തിൽ ജിന്നുകൾ വിടുന്നതാണോ? രണ്ടുമുണ്ട്, മാനസികവും ഉണ്ട്, മറ്റേതും ഉണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുക. ഇൻഷുറൻസ് എടുത്ത് പോയി വണ്ടി തട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫാമിലി രക്ഷപ്പെടും. അതേപോലെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒരു ഇൻഷുറൻസ് ആണ്. നമ്മൾ നമ്മുടെ ഓറ, നമ്മുടെ ചക്രാസ്, നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പങ്ക് പറഞ്ഞു അങ്ങയുടെ ശിഷ്യന്മാർ എത്ര പേരുണ്ട്? ഓൾമോസ്റ്റ് ഒരു 100+. 100 മേളിലുണ്ട്. അപ്പോൾ ഈ ഇവരോടെല്ലാം രാവിലെ പറയും നിങ്ങൾ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് ഫോൺ പോലും എടുക്കാവുന്നു. ശരി, നമ്മളിപ്പോൾ സാധാരണ ലൈഫിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരെല്ലാം ചിലപ്പോൾ മറന്നുപോയി. സർ, നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും പലരെയും കാണാറുണ്ട്. നെഗറ്റീവുള്ള എനർജിയുള്ള ഒരുപാട് പേര് നമ്മൾ ഡെയിലി കാണാറുണ്ട്. കാഴ്ചയിൽ തന്നെ നമുക്ക് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ട്. സത്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് കയറും. നമ്മൾ വിട്ടുപോയി എന്ത് ചെയ്യും? സർ, ഇതിന് പ്രൊട്ടക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് 1.5 മിനിറ്റോ 2 മിനിറ്റോ മതി. ഒരു അരമണിക്കൂറും 1.5 മണിക്കൂറും പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് സ്പെൻഡ് 1.5 മിനിറ്റ്, 1.5 to 2 മിനിറ്റ്സ് മാക്സ്, ഇത്ര മതി. ഇത് നമ്മൾ ഡെയിലി പല്ല് തേക്കാൻ മറന്നു പോകും? ഇല്ല, മറക്കില്ല. അത് റൊട്ടീനാണല്ലോ. ഈ റൊട്ടീനായിട്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുക, ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ ആരെ വേണേൽ ഹീൽ ചെയ്തോളൂ, നിങ്ങൾ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് പല ടൈപ്പ് ആൾക്കാരെ ചെന്ന് കാണേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ പിന്നെ പല കടകളിലൊക്കെയാണ് പോകേണ്ടി വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പല കടകളിലും പോകേണ്ടി വരും. അപ്പോൾ അവരെ നഷ്ടക്കച്ചവടത്തിൻ്റെ കാര്യം പറയുന്നത് കേൾക്കാം, ചിലയിടത്ത് ലാഭം പറയുന്നത് കേൾക്കാം, കൂടുതലും നഷ്ടങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരൻ, ഞാൻ പോകണേ എൻ്റെ പ്രോഡക്റ്റുകളായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യമേ പറയാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് പോയിട്ടോ, നമുക്ക് അതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ്. നമ്മളൊരു 10 കടയിൽ കയറുമ്പോൾ സ്വാഭാവികം നമ്മൾ നെഗറ്റീവ് ആവും. ഇങ്ങനെ നെഗറ്റീവ് ആകാതിരിക്കാൻ ഒരിക്കലും ആവില്ല. അല്ല, ഇങ്ങനെ നെഗറ്റീവ് ആകാതിരിക്കാൻ എന്താണ് വിദ്യ? നമ്മൾക്ക് ഈ പ്രൊട്ടക്ഷൻ ഏറ്റവും പവർഫുള്ളാണ്. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, കാരണം നമ്മൾ അത്രയും പവർഫുള്ളായിരിക്കും. പിന്നെ ജാപ്പനീസ് പഠിച്ച ഒരാളുടെ ഓറ അല്ലെങ്കിൽ അവരുടെ ചക്രാസ് അത്രയും പവർഫുള്ളായിരിക്കും. അത് ആ ഒരു അറ്റ്യൂൺമെൻറ്റ് സിസ്റ്റം കഴിയുമ്പം 21 അറ്റ്യൂൺമെൻറ്റുകളാണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴേക്ക് അവർ മോസ്റ്റ് പവർഫുള്ളായിട്ട് മാറും. അവരൊരു സൂപ്പർ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരുടെ ഒരു പവർ ശരിക്ക്, പിന്നെ അവർക്ക് ഈ ബ്ലാക്ക് മാജിക്, ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മാജിക്കിനെ ഭയക്കുന്ന ഒരു ജാപ്പനീസ് മാഗ്നറ്റിസ്റ്റ് ഉണ്ടാവില്ല. അവർക്കറിയാം ബ്ലാക്ക് മാജിക് ഒന്നുമല്ല, തൂക്കിയെറിയും. എനിക്ക് ബ്ലാക്ക് മാജിക് ഉണ്ടാവാ, അപ്പോൾ മാറ്റിത്തരാം എന്ന് പറയുന്ന ജാപ്പനീസ് മാഗ്നറ്റിസ്റ്റുകളാണ്. ബാക്കിയുള്ള ആൾക്കാർ ബ്ലാക്ക് മാജിക്കോ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല. നെഗറ്റീവ് ആൻറ്റിറ്റീസ് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഇല്ല, കാരണം ഞങ്ങളടുത്തേ കളിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം അത്രയും പവർഫുള്ളാണ് ഈ ഹീലിംഗ് മൊഡാലിറ്റി. ഞങ്ങൾ പോലും പലപ്പോഴും നെട്ടിപ്പോവാറുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ചില റിസൾട്ടുകൾ, ചില ലൈഫ് ചേഞ്ചിങ്. അത് ഒരു ചേഞ്ച് എനിക്ക് പറയാൻ പറ്റും സാർ, ഞാൻ പറയാൻ പാടില്ല. ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ലാസ്റ്റ് ബാച്ച്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്, ഇവൻ സംസാരിക്കാനെ കുറച്ച് ഇതാണ്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആകെ ഷോക്കായിപ്പോയി. 23 വർഷമായിട്ട് ഞാൻ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയും. 23 വർഷമായിട്ട് പല ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞത് മാറൂല എന്ന് പറഞ്ഞു. ഈ ക്ലാസ് കഴിഞ്ഞാൽ അവന് പെയിനില്ല, ഇവന് ബ്ലഡ് പോകുന്നില്ല. ഇവൻ ആര് ഹീൽ ചെയ്തെന്ന് എനിക്കറിയില്ല, ഞാൻ ഹീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. യെസ്,
എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. അതാണ് ഡിവൈൻ എനർജിയുടെ പവർ. സാർ ഞാൻ ഹീൽ ചെയ്തിട്ടില്ല, എൻ്റെ സ്റ്റുഡൻസുകൾ ആരും ഹീൽ ചെയ്തിട്ടില്ല. പുള്ളി ജസ്റ്റ് ഇതൊന്ന് അറിയാൻ ശ്രമിച്ചുള്ളൂ അല്ലേ? അയാൾക്ക് ഒരു മാസീവ് ചേഞ്ച് ഉണ്ടായി. ഇന്ന് അയാളുടെ സന്തോഷം, ആ സന്തോഷമാണ് സാർ നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ എന്നെയും കൂടി ബ്ലെസ് ചെയ്യണം. കാരണം എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നേക്കാൾ ഏജുള്ള ആൾക്കാരാണ്. ഞാൻ എപ്പോഴും പറയും എന്നെ ബ്ലെസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഈ പഠിപ്പിക്കാൻ ഒരു മീഡിയം മാത്രമാണ്. പക്ഷേ അവർ പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസുകൾ ലൈഫിൽ പല കാര്യങ്ങൾ നടന്നു എന്ന് ഈ 7 ദിവസം കൊണ്ട് പറയുമ്പം നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. സാറിന് വേണമെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ഞാൻ എത്ര വേണമെങ്കിലും തരാം. 1, 2, 5, 10, 100 അല്ല, അത്രയും ടെസ്റ്റിമോണിയൽസ്. ഞങ്ങളത് നോർമലി സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് ഞങ്ങളുടെ പേജിൽ ഇടാറുണ്ട്. അതും പോലും ലിമിറ്റ് ചെയ്തതാണ്. ഞങ്ങളിപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കാറാണ്. തീർച്ചയായും. കാരണം ആൾക്കാർ മിസ്ലീഡ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട്. തീർച്ചയായും. ഈ വേണമെങ്കിൽ നേരത്തെ ആ ബ്ലഡ് പോകുന്ന കാര്യം ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമാണെന്നൊക്കെ പറയാം. സാർ ഒരിക്കലും അല്ല സാർ. ഇതൊക്കെ കൈൻഡ് ഓഫ് അവന് വന്ന ഫിസിക്കൽ ഇഷ്യൂസ്. പല ആൾക്കാർക്കും പല അസുഖങ്ങളുണ്ട്. നമ്മൾ ചിലത് തിരിച്ചറിയുന്നുണ്ട്, ചിലത് തിരിച്ചറിയുന്നില്ല. ചിലപ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആവാം, നമ്മൾക്ക് അറിയില്ല. പക്ഷേ മാറി. ഇനി അത് ജീവിതകാലം മുഴുവൻ വരാതിരിക്കട്ടെ, അതൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.